കോൺഗ്രസ് അംഗങ്ങൾ ഓരോ ദിവസം ഇഞ്ചിഞ്ചിയായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്കത് ഭരണമില്ലാതെ ജീവിക്കാനും കഴിയില്ല. ഈ 7 വർഷം 8ാമത്തെ വർഷമാണിപ്പോൾ CM പിണറായി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഞാൻ പറയട്ടെ, ഇവരുടെ അവസ്ഥ വലിയൊരു ഭയാനകമായ രീതിയിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ്. ഇടതുപക്ഷത്തിലേക്ക് കയറണമെന്നുള്ള ആഗ്രഹമല്ലാതെ കൂടുതൽ 100-80% നേതാക്കൾക്കുണ്ട്. 20% ആളുകൾ അവരും മാനസികമായി താല്പര്യമില്ലാതെ ഉള്ളത് നശിക്കുകയാണെങ്കിലും ആ നശിച്ച കൂട്ടത്തിൽ പോവാം എന്നുള്ള നിലക്കുള്ള തീരുമാനം. അത് കോൺഗ്രസ് നശിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, അതേപോലെ. പക്ഷെ 80% മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇടതുപക്ഷമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ സ്ഥിതിക്ക് കേരളം സംബന്ധിച്ചിടത്തോളം എല്ലാ ജനതയുടെ ഹൃദയത്തിലും ഇടതുപക്ഷം വേണം. വളരെ വലിയൊരു മാറ്റത്തിന് അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. കാരണം അത്രയും വലിയൊരു പ്രഗത്ഭനായ നേതാവാണ് CM. എന്തിനേറെ പറയുന്നത്, കൊറോണ സമയങ്ങളിലൊക്കെ പക്ഷി മൃഗത്തിന് പോലും ഭക്ഷണം കൊടുക്കാനുള്ള വൈത്തിരി ഉണ്ടാക്കിയൊരു പ്രഗത്ഭ നേതാവ്. നമ്മളൊക്കെ പറയും മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു എല്ലാ സമൂഹത്തിനോട് പറഞ്ഞാൽ ആ ജിഫിർ തങ്ങൾ മുത്തുത്തങ്ങൾ പറഞ്ഞല്ലോ. ഈ സമസ്തയുടെ ജിഫിർ മുത്തുക്കത്തങ്ങൾ തന്നെ പറഞ്ഞു, ഏറ്റവും വലിയ കപ്പിത്താൻ അത് പിണറായി വിജയൻ തന്നെയാണ്. ചിന്തിക്കണോ? അതാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഏറ്റവും വലിയ കപ്പിത്താൻ തന്നെയാണ് പിണറായി. ആ നേതാവിനെ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഭരണം സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിൽ വികസനത്തിൻ്റെ കാര്യം ഇവിടെ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വികസനമാണ് പൊന്നാനിക്ക് ഉണ്ടായിട്ടുള്ളത്. പൊന്നാനിയുടെ വികസനം എന്ന് പറഞ്ഞാൽ ചമ്മളോട്ടം പഴയ കാലത്ത് വിവാഹം നടത്താനൊന്നും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടത്താൻ ചെറിയ വഞ്ചിൽ ഭാരതപ്പള്ളിക്ക് നീങ്ങി പോകണം. എന്നാൽ ആ പാലോളിയുടെ 150 കോടി രൂപ ചെലവഴിച്ച പാലം വന്നത് കൂടിയിട്ട് പൊന്നാനിയുടെ വിഷയം മാറി. കാർമ റോഡ്, ശ്രീരാമകൃഷ്ണൻ്റെ ഇതിൽ വരുന്ന ഹൗറ പാലം, കടൽപ്പാലം, ഇതൊക്കെ കെടുക്കുകയാണ്. പൊന്നാനിയുടെ വികസനം നാന്ദി കുറിച്ചത് പാലോളിയും ശ്രീരാമകൃഷ്ണനാണ്. മറക്കാൻ പറ്റില്ല. അപ്പോൾ പൊന്നാനി ഈ ജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിനോടുള്ള നോട്ടാണ്. അത് എല്ലാ മേഖലയിലേക്കൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു വികസനത്തിൻ്റെയൊക്കെയാണ് ഞാനത് പറയാൻ കാരണം. അത് ചർച്ചയിൽ വന്നപ്പോൾ ഈ വികസനവും കാര്യവും ന്യൂനപക്ഷങ്ങൾ ഭയാനക ഭീതി വന്നപ്പോൾ അതിന് പോലും ശക്തമായ മുന്നേറ്റം കഴിച്ച് ഇന്ത്യ കണ്ട ലോക നേതാവാണ് ശ്രീ പിണറായി വിജയൻ. അതാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങൾ കാണുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം, പക്ഷെ അതല്ല രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട്. ജനം കാണുന്നൊരു കാഴ്ചപ്പാടുണ്ട് ഇവിടെ. CMന്റെ ഓരോ ഭരണകർത്താവിന്റെ ആ ഭരണകർത്താവിന്റെ അടുത്തേക്ക് ആ വോട്ട് കൊടുക്കുന്നത്. മനസ്സിലായ? ഇന്ന് കാണുന്ന ആള് ഞാൻ ഉദാഹരണം പറയാം. ലീഗ് സംബന്ധിച്ചിടത്തോളം വരണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. കഴിയില്ല. ഈ അന്നൂർ ചില ഈ പാർലമെന്റ് മെമ്പർമാർ ഈ 2 പോയിട്ട് എന്താ ചെയ്യുക? അത് നമുക്ക് ചിന്തിച്ചൂടെ? ആ ഒരു വിഷയം പാസ്സാക്കി എടുക്കാൻ കഴിയില്ല. ആ സമയത്ത് ഇടതുപക്ഷമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ സംസാരിച്ച കാര്യം നേടിയെടുക്കൽ കഴിവ് സുശക്തമായ നാവിൽ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇവരാണെങ്കിലോ ഭയപ്പെട്ടിട്ട് മാറി നിൽക്കുകയും ചെയ്യും. എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം സാധുക്കൾക്ക്. അപ്പോൾ ഇന്ത്യയിലെ ഒരു മലപ്പുറം ജില്ലയുടെ വിഷയത്തിലൂടെ ഇന്ത്യയോട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ശക്തമായ മുന്നേറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇടതുപക്ഷം അധികാരത്തിൽ വരണം. ഇടതുപക്ഷം പോകണം പാർലമെന്റിലേക്ക്. പോയെങ്കിലാണ് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ പിന്നോക്ക പാവം ഉണ്ട്. ഹരിജന ഗിരിജന പട്ടിക മഹാപാവങ്ങളാണ്.
അവർക്ക് സംരക്ഷണം നൽകുകയും ക്രൈസ്തവർക്കൊരു അതിനൊരു ശക്തമായ മുന്നേറ്റം ഇടതുപക്ഷത്തിനെ കഴിയും. അത് വേറെ കഴിയില്ലവർക്ക്. ഇവർ കോൺഗ്രസിനായാലും ശരി, ഒരു ലീഗ്, ഈ ലീഗ് രണ്ടാളും ഇവിടുന്ന് പോയിട്ട് എന്താ ചെയ്യുക? എന്ത് ചെയ്യും? ചരിക്കാൻ കഴിയില്ല. അവരെ കാണുമ്പോൾ തന്നെ പാകിസ്ഥാനായിട്ടാണ് കാണുന്നത്. പാകിസ്ഥാനികളായിട്ടാണ് വടക്കേ ഇന്ത്യക്കാർ കാണുന്നത്. അതിന് ഉദാഹരണമല്ലേ, വളരെ വ്യക്തമായൊരു കാര്യമാണല്ലോ, പച്ച പതാക വയനാട്ടിലെ ഒരു പതാക പോലും കെട്ടാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട രാഹുൽജിയുടെ പ്രചരണ യോഗത്തിൽ പോലും ഒരു പച്ച പതാക കെട്ടാൻ അനുവദിക്കുന്നത് പാകിസ്ഥാനിലെ. പിന്നെ അത് അത്രയും ഒരു നിൽക്കുന്ന ഇവർ തന്നെ അടുത്ത ദിവസം പര്യടനത്തിൽ രാഹുൽ വന്ന് നോക്കുമ്പോൾ ആ അത് കയറുന്ന വാഹനത്തിൽ പോലും കുഞ്ഞാലിക്കുട്ടി ഇറങ്ങി പോകുന്ന അവസ്ഥ വന്നു. അത് വലിയൊരു വിഷയമാണത്, ചെറിയ വിഷയമൊന്നുമല്ല. അപ്പോൾ ഇവർക്കുള്ള ഈ രണ്ടെണ്ണത്തിനും ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതിൽ ആ വോട്ട് ആ ഇടതുപക്ഷം നശിപ്പിക്കാതിരിക്കുന്നു. ആ വാസികനും നമ്മുടെ ഹംസ സാഹിബിന് കൊടുത്തിട്ട് വിജയിപ്പിക്കണം ഏറ്റവും നല്ലത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഓളങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓളത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. പാകമുള്ളത് ഒരു ആരിഫ് ആലപ്പുഴ ജയിച്ച ഈ ന്യൂനപക്ഷത്തിൻ്റെ വിഷയങ്ങൾ നമ്മളെ പൗരത്വ ബില്ല് വന്നപ്പോൾ ഏകസ്ത്രീകൾ കൊണ്ട് ഇന്ന് അതിനെതിർത്ത് പറയുന്നവൻ ആരാണ്? മുത്തലാഖിന്റെ വിഷയത്തിലൊക്കെ ആകെ പറഞ്ഞ് ആരിഫാണ് ഒപ്പിട്ട് കൊടുത്തത്. അന്വേഷിച്ചില്ല MP-മാരുടെ സ്ഥലത്തായി പറയുന്നത് ഇവരെവിടെയായിരുന്നു? പിന്നെ ആർക്ക് വേണ്ടി ഇവർ വോട്ട് വാങ്ങി പോകുന്നത്? ഏത് സമുദായത്തിന് രക്ഷിക്കാനാണ് ഇവർ പോകുന്നത്? കഴിയില്ല. ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഓരോ സംസ്ഥാനത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലാണ്. എന്നാലും തുറന്നു പറയാമല്ലോ. ഇന്ന് കാണുന്ന കോൺഗ്രസ് നാളെ BJP ആയിട്ട് പോകുന്നത്. പിന്നെ ആർക്കാ വോട്ട് ചെയ്യുന്നത്? ശ്രദ്ധിക്കണം. പഠിക്കേണ്ട വിഷയമാണ്. ഇന്ന് കാണുന്ന കോൺഗ്രസ്സുകാരൻ ഈ വോട്ട് ചെയ്ത് ലക്ഷക്കണക്കിൽ സഹോദരിമാർ വോട്ട് ചെയ്ത വോട്ട് അവർക്ക് വഞ്ചിച്ചുകൊണ്ട് ഇവൻ ഒറ്റ ഒരുത്തൻ നേരെ BJPയിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും യുവം കണ്ട നേതാവ് AK ആന്റണി, അതിൻ്റെ മകൻ പോയതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കണം. അച്ഛന് കൊടുക്കേണ്ട എല്ലാ സ്ഥാനവും ഇന്ത്യൻ സോണിയാജി ആവട്ടെ, മൻമോഹൻ സിംഗ് ആവട്ടെ, കേന്ദ്രത്തിൽ ഏറ്റവും വലിയ പ്രഗത്ഭന നേതാവായിരുന്നു. രണ്ടാം സ്ഥാനത്ത് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിച്ച രണ്ടാം സ്ഥാനം നിൽക്കുന്ന ആന്റണിയെ അതിന്റെ മകൻ പോയില്ല BJPയിലേക്ക്. ചിന്തിക്കേണ്ടതാണ്. പിന്നെ ആരെ വിശ്വസിക്കും? ആർക്കും പോകാം. ഭയം. അവന്റെ ഒരു കാരണം മാത്രമല്ല. ഇവിടെ അണികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്താ മരണപ്പെട്ടവനക്കൊന്നും പ്രശ്നമല്ല. അവന്റെ സ്വന്തം അവന്റെ വീടും മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇടതുപക്ഷം അങ്ങനെയല്ല. ഒരു നാണയത്തിന് 2 വർഷമാണ്. ഇവിടെ UDF LDF. ഇവിടെ ന്യൂനപക്ഷത്തിന് സംരക്ഷണം നൽകുന്നത് പിന്നോക്ക സമുദായത്തിനും ക്രൈസ്തവർക്കും നൽകുന്ന ഒരു പാഠം ഈ പ്രാവശ്യം എല്ലാവരും തൂത്ത് വാരിക്കൊണ്ടിട്ട് ഇടതുപക്ഷം സഹായിച്ചെങ്കിൽ പറ്റുള്ളൂ. രാഹുൽജി എന്തിനൊപ്പം വന്നിരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു. രാഹുൽജിക്ക് അറിയാം ശബ്ദിക്കാൻ കേരളത്തിൽ ഒരു ഘടകം CPM എന്നുള്ളത് അവർക്കറിയാം. സീതാറാമ യെച്ചൂരിയെ പോലെയുള്ള പ്രഗത്ഭരായ ഇന്ത്യ അറിയപ്പെടുന്ന രാജനെ പോലെ CPയുടെ രാജായെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ, സംശുദ്ധമായ നേതാക്കൾ ഒന്നുമില്ല അവരയിൽ. ഒരു വസ്തുവിലുമില്ല. ആ നേതാക്കൾ സംശുദ്ധരാണ്. എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത്? ഈ സ്വീപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ മുന്നണി ശരി, അവിടെ ഏതായാലും 20 എണ്ണം നമുക്ക് കിട്ടും എന്നല്ല ഉദ്ദേശിക്കാം. പിന്നെ ചിഹ്നിച്ചെതിർക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? കർണാടകയിലുണ്ട്, ആന്ധ്രയിലൊക്കെ പോയി നിൽക്കാം രാഹുൽജിക്ക്. ആരും കൈ നീട്ടി പോകാം. ഇവിടെ സെറ്റപ്പായി ഈ ഒരു കാര്യം ഇപ്പോൾ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും. സംശയം വേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം തൂത്തുവരും. കാരണം ജനങ്ങൾ ഹൃദയം ഇടതുപക്ഷം കയറി കഴിഞ്ഞു. അത് ഇറങ്ങാൻ കഴിയില്ല അവസ്ഥയിലൊക്കെ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഇടതുപക്ഷം
നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കളി കളിച്ചിട്ടും ഇടതുപക്ഷം ഒരു രോമത്തിന് ഒന്നും ശ്രമിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരു ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാവരും കാണുന്നൊരു കാഴ്ചപ്പാട്, ഇന്ത്യയിൽ കാണുന്നൊരു കാഴ്ചപ്പാട്, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം നല്ലൊരു ശക്തമായ മുന്നേറ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ ഇടതുപക്ഷത്തിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് തകർക്കലാണ്, കേരള ജനതയെ തകർക്കലാണ്, കേരളത്തെ ന്യൂനപക്ഷം തകർക്കലാണ്, ഇന്ത്യയുടെ ന്യൂനപക്ഷം തകർക്കലാണ്. അത് വലിയൊരു ശക്തമായ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ മുന്നേറ്റം. അത് തകർത്തു കഴിഞ്ഞാൽ വളരെ അപകടത്തിലേക്കാണ്. അപ്പം ഈ അത് ഈ സെറ്റപ്പായി കിടക്കുന്ന 20 MP-മാരും ഇടതുപക്ഷത്തിൻ്റെ ഒരുമിച്ച് ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നതിലേക്ക് ഈ രാഹുൽജി വന്നതുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ 19 ഏത് രാഹുൽജിയുടെ തരംഗമായിരുന്നു. ആ തരം ഈ പ്രാവശ്യം നടക്കില്ല കേട്ടോ, അത് വേറെ. പക്ഷെ അത് ഭിന്നിപ്പുണ്ട്. വോട്ടർമാരുടെ ഇടയിൽ സമാധാനം അന്തരീക്ഷം തകർക്കുന്ന ഒരു പീഡനമാണ് ഈ രാഹുൽജിൻ്റെ ഈ വരവ്. അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പം അത് UDF നന്നാക്കാനല്ല, ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി രക്ഷിക്കാനല്ല, അത് ശരിക്കും പറഞ്ഞ് നശിപ്പിക്കാനാണ്. സംശയിക്കണ്ട. ഒന്നുകൂടെ അടിവരട്ട് ഞാൻ പറയാണ്, അവർക്കറിയാം ഇടതുപക്ഷ തരംഗാണ് ഈ സാധനത്തിൽ രാഹുലിനെ കൊണ്ടുവന്നത് കൂടി കേരളത്തിൻ്റെ മുഖച്ഛായ മാറി. ഒരു കാഴ്ചപ്പാടുണ്ട്. 20 വോട്ട് എന്താവട്ടെ, ഒരു 3-4 സീറ്റ് പോയാലും